Hi traders, welcome back to Market Waves. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ എന്തായിരുന്നു ഇന്ന് നമുക്ക് നൽകിയ ട്രേഡിംഗ് ലെവലുകൾ, സാധ്യതകൾ എന്ന് പരിശോധിച്ച് നോക്കാം. വ്യാഴാഴ്ച 23,399 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഏതാണ്ട് 65 പോയിന്റ് പ്ലസോടുകൂടി 23,464 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. എന്നാൽ കാര്യമായ അപ്പ് മൂവ്മെന്റ് തന്നില്ല. അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. കാരണം വ്യാഴാഴ്ച തന്ന ഉയരത്തിന് മുകളിൽ കടക്കാനുള്ള ഒരു പരിശ്രമമോ ഗ്യാപ്പ് അപ്പ് നൽകി ഓപ്പൺ ആകുമ്പോൾ അതിന് മുകളിൽ ലഭിക്കുകയോ നെക്സ്റ്റ് റെസിസ്റ്റന്റ് സോൺ ലെവൽ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ മുൻപേ പ്ലാൻ ചെയ്ത് നിന്നിരുന്നവർക്ക് ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ട്രേഡ് ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ആ ഫാള് ഇവിടെ സംഭവിക്കുകയും തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിച്ചവർക്ക് വീണ്ടും ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായവർ ഇവിടെ നിന്നും ഒരു പുട്ടെടുക്കുകയും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയും ചെയ്തു. അത് നമ്മൾ പ്രധാനമായ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരുന്ന ലെവലിന് താഴെ ക്ലോസ് ചെയ്തു എങ്കിലും മറ്റൊരു സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നിടത്തുനിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ട്രേഡ് ചെയ്യാൻ മുതിർന്നവർക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ വീണ്ടും എവിടെ നിന്ന് പൊട്ടി വീണോ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു ഡിക്ലൈൻ തരികയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തരികയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് താഴെയുള്ള സപ്പോർട്ട് സോണിലോട്ട് വന്ന് വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ മാത്രം ഡേയ്സ് ഹൈ നിലനിർത്തി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ. അപ്പോൾ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അവിടുന്ന് സെല്ലിംഗ് ലഭിച്ചു, കൃത്യമായും സപ്പോർട്ട് സോണിൽ നിന്നും തിരിച്ചു വന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ലഭിക്കേണ്ടത് ഒരു റിവേഴ്സലാണ്. എന്തിന്? ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുമോ എന്നറിയാൻ. എന്നാൽ ഈ ഏരിയയിൽ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും ഇവിടെയൊന്നും കൃത്യമായും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയിട്ടില്ല എന്ന്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തുടരെ ഡൗൺ സൈഡിലോട്ട് സഞ്ചരിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ തുടർന്ന് വന്ന സമയങ്ങളിൽ മുഴുവനും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, വളരെ നേരം അവസാന മണിക്കൂർ വരെയും നീണ്ടുനിന്ന കൺസോൾട്ടേഷനാണ് ലഭിച്ചിരുന്നത്. ആദ്യത്തെ 1 അവറിനുള്ളിൽ ഈ 2 ട്രേഡുകളും പുട്ടെടുത്തവരുമുണ്ട്, കോൾ എടുത്ത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കിയവരുണ്ട്. എന്നാൽ ഈ 2 ട്രേഡും ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞവരും ഉണ്ടായിരുന്നു. അവരെല്ലാം എനിക്ക് പ്രോഫിറ്റ് ബോക്സ് P&L അവരുടേത് അയച്ചു തന്നിരുന്നു, അവരുടെ സന്തോഷം പങ്കിട്ടിരുന്നു. ഏതായിരുന്നാലും ഇത്തരത്തിൽ മാർക്കറ്റ് വേവ്സിന്റെ ലെവലുകൾ ഉപയോഗിച്ച് ഒട്ടനവധി പേർക്ക് പോസിറ്റീവ് ട്രേഡ്, രാവിലെ എന്തായിരുന്നാലും ഒരു ട്രേഡെങ്കിലും പോസിറ്റീവായി ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നവരുടെയും അതിനുശേഷം നമ്മളുടെ ചാനലിൽ കൂടെ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അത്തരത്തിൽ മാത്രം ചെയ്യുന്നു, മറ്റൊരു ട്രേഡ് ചെയ്യുമ്പോൾ നെഗറ്റീവായി വരുന്നു എന്ന് തോന്നിയവരോട് ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ക്ലോസ് ചെയ്ത് വെച്ച് വീണ്ടും ട്രേഡിൽ എൻ്റർ ആവാതിരിക്കൂ എന്ന് പറഞ്ഞത് തീർച്ചയായും പാലിക്കുന്നവർ ഉണ്ട് എന്ന സന്ദേശം ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അവരെല്ലാം ദിവസവും പോസിറ്റീവ് ട്രേഡ് ചെയ്ത് അന്നത്തെ ഫസ്റ്റിലത്തെ ട്രേഡ് എടുത്തതിന് ശേഷം വൈൻഡ് അപ്പ് ചെയ്യുന്നതായും കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരാഴ്ച 2 ആഴ്ച അതിലധികമായി പ്രോഫിറ്റ് തന്നെ കവർ ചെയ്യുന്നവർ കൂടി വരികയാണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. അത് ഈ ചാനലിലെ ഡെയിലി ലെവലുകൾ കൃത്യതയോടെ പോസ്റ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇത്തരം ഒരു കൺസോൾട്ടേഷൻ വന്നപ്പോൾ ടൈം ഡീക്കേയും അതോടനുബന്ധിച്ച് പ്രീമിയം മെൽറ്റിങ്ങും സംഭവിച്ചു. നോ ലോസ് നോ ഗെയിൻ എന്ന രീതിയിൽ ഇറങ്ങാൻ, എക്സിറ്റ് ചെയ്യാൻ, ആ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ഒരു അപ്പ് മൂവ് തന്നതിന് ശേഷവും വീണ്ടും ഒരു അവസരം തന്നിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കൃത്യമായും ആ അവസരം ലഭിച്ചത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന വേറൊരു സപ്പോർട്ട് ലെവലിലോട്ടാണ്. ഇത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകും. ആ ഏരിയയിൽ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകി കൃത്യമായ ഒരു എൻട്രി നൽകി പുതിയ ഉയരവും നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഡേയ്സ് ഹൈയും ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം വ്യാഴാഴ്ച നൽകിയ ഉയരവും ഭേദിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് തൊട്ട് താഴെയായാണ് ക്ലോസ് ചെയ്തതായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കും നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ലെവൽ എന്ന കണക്കിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് 23,450 ലെവലാണ്. എന്നാൽ ആദ്യമായി ലഭിച്ചേക്കാമെന്ന് കരുതുന്ന റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ 23,490 എന്ന ലെവലാണ്. എന്നാൽ അതിനിടയിൽ 23,475 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 23,490 എന്ന ലെവലാണ്. എങ്കിലും ഈ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഡിക്ലൈൻ കിട്ടിയാലും ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും കിട്ടിയേക്കാവുന്ന ചെറിയ ഡിക്ലൈനിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റാണ് 23,530, 23,545, 23,560 എന്ന ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് കൃത്യമായും ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് സഞ്ചരിക്കണം എന്ന് ഞാൻ കണക്കാക്കുക ഈ ലെവലിന് താഴെ വന്നാലാണ്. എങ്കിലും ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോഴെങ്കിലും ഈ പുതിയ ലോ തരികയും ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ: 23,353, 23,332, 23,307, 282, 260, 230 എന്ന ലെവലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി നിഫ്റ്റി ബാങ്കിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി 50,103 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ഹൈ ആണ്. അതുപോലെ തന്നെ 49,930 എന്ന ലെവലാണ് സപ്പോർട്ടായി കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് 50,186, 235, 50,396 എന്നിങ്ങനെയുള്ള മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന ലെവലുകളിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ എവിടെ വരെയാണോ പ്രൈസ് മൂവ് ചെയ്ത് അപ്വേർഡ് അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 49,931 എന്ന പ്രധാന സപ്പോർട്ട്, ആദ്യത്തെ സപ്പോർട്ട് സോണിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആണെന്ന് കരുതുകയും തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കാവുന്നവയാണ്. അവ 49,827, 49,799, 49,770, 694, 613, 528, 381 എന്ന ലെവലുകളാണ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 77,146 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 76,956 എന്ന ഈ ലെവലാണ് സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നത്, ആദ്യത്തെ സപ്പോർട്ട് ലെവലായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ പ്രൈസ് അതുവരെ മൂവ് ചെയ്ത് ആ ഏരിയയിൽ നിന്നും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ അത് സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായും കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുമെന്നർത്ഥം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 77,146 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നതാണ്. എങ്കിലും ആദ്യമായി ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഉണ്ടായാൽ പോലും വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യാം എന്ന് ആണ് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എങ്കിലും
അതിനേക്കാൾ മുകളിൽ ക്ലോസ് ആവുകയാണ് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ എങ്കിൽ 77,146, 77,244, 77,336, 373, 422, 504 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി കിട്ടിയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 76,835 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ആദ്യം ഈ ലെവലിന് താഴെ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ് എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക, അതായത് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ വരാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 76,720, 76,617, 532, 426, 291, 221, 75,979 എന്നീ ലെവലുകളാണ്. പ്രൈസുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ രേഖപ്പെടുത്തിയത് കാണാമെന്ന് കരുതുന്നു. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായ ലെവലുകൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ രേഖപ്പെടുത്തുക. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ട്രേഡിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന എനിക്കുള്ള പ്ലാൻ തന്നെയാണ്. അത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് നിങ്ങളുടേതാണ്. ഇത് നിങ്ങളാരും ട്രേഡ് ചെയ്യാൻ നൽകുന്ന ഒരു നിർദ്ദേശമല്ല. എന്നാൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അതിന് എനിക്ക് വിയോജിപ്പില്ല. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്ഥിരമായി വാച്ച് ചെയ്യുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ഓർക്കുമെന്നും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 3 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് ഓപ്പണായി വരുമ്പോൾ നല്ല മൂവ്മെൻറ്റുകൾ ലഭിക്കട്ടെ എന്നും എല്ലാവർക്കും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.